ഇന്ന് ലോക ഭിന്നശേഷി ദിനം. എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല. നമ്മളെപ്പോലുള്ള അമ്മമാർക്ക്, സ്പെഷ്യൽ ചൈൽഡുള്ള അമ്മമാർക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ഞാനും എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളോടും കൂടിയാണ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതും ഒരു കുഞ്ഞിന് ജന്മം നൽകിയതുമെല്ലാം. യാദൃശ്ചികമായി ഒരു 5-ാം മാസമൊക്കെയാണ് ഞാൻ അതുപോലെ മോനൊരു സ്പെഷ്യൽ ചൈൽഡാണ്, അല്ലെങ്കിൽ മോന് അസുഖങ്ങളുണ്ടെന്നൊക്കെ തിരിച്ചറിയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കടക്കാത്ത കടമ്പകളില്ല. ഹോസ്പിറ്റലുകൾ വഴി കയറി ഇറങ്ങി ഇന്ന് 19 വയസ്സ് പൂർത്തിയായി മോന്. ഈ നിമിഷം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം അതിനെ ഫേസ് ചെയ്ത് കുറേ ബുദ്ധിമുട്ടുകൾ നേരിട്ട് തന്നെയാണ് നമ്മളത് ഫേസ് ചെയ്തത്. അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് മോനിങ്ങനെ അസുഖമുള്ള കുട്ടിയാണോ എന്നുള്ളത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓട്ടിസവും അതിൻ്റെ കൂടെ മോന് ഓട്ടിസവും വന്നു. ചെറിയ രീതിയിലുള്ള ഫിറ്റ്സ്, അതായത് സാധാരണ ഈ നൊരയും പതയും വരുന്ന ആ ഒരു ഫിറ്റ്സ് അല്ലായിരുന്നു, ജസ്റ്റ് ഞെട്ടൽ പോലെ മാത്രമായിരുന്നു എൻ്റെ മോനുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാൻ ഈ 19 വർഷത്തിൽ നിന്ന് തിരിഞ്ഞ് നിന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളിതെല്ലാം തരണം ചെയ്തതെന്നുള്ളത് നമുക്കിപ്പം അറിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഹസ്ബൻഡ് അതുപോലെ നമുക്ക് കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുമ്പോഴാണല്ലേ, ഹസ്ബൻഡ് അടുത്തു നിന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് എന്തും തരണം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വളരെ ഹാപ്പിയായി മോന് പറ്റുന്ന അത്രയും തെറാപ്പികളും കാര്യങ്ങളും ഹോസ്പിറ്റലുകളെല്ലാം കയറി ഇറങ്ങി ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ മോനെ ചേർത്തു. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറേ വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് മുതുകാട് സാറിൻ്റെ സ്കൂളിലും നമ്മൾ ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്രമാത്രം അത് ഫീൽ ചെയ്യുമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഇന്നിപ്പം നമ്മൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല, എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കുട്ടികളുള്ളവരെ അവരെ സമൂഹത്തിൽ നിന്ന് ആരും മാറ്റി നിർത്തരുത്. ഒന്നിച്ച് ചേർത്ത് മറ്റുള്ളവരെ പോലെ തന്നെ ഇവർക്കും സമൂഹത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് അംഗീകരിച്ച് എല്ലാവരും വരണം. എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, ഇതുപോലുള്ള എല്ലാ കുട്ടികൾക്കും അമ്മമാർക്കും ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നറിയില്ല. എന്നെപ്പോലുള്ള അമ്മമാർക്ക് മനസ്സിലാവും. ഞങ്ങളത് ഫേസ് ചെയ്യുന്ന ഞങ്ങൾക്ക് മാത്രമേ അതിൻ്റെ തീവ്രത എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ഇങ്ങനെയുള്ള കുട്ടികളെ മറ്റുള്ള കുട്ടികളെ പോലെ, നോർമൽ ചൈൽഡിനെ പോലെ തന്നെ നിങ്ങൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എല്ലാ കുട്ടികളും, എല്ലാവരും, എല്ലാ ജീവജാലങ്ങൾക്കും നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ ഒരേപോലെ അവകാശത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലേ. എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള, ആരെയും ഇങ്ങനെ സ്പെഷ്യൽ ചൈൽഡാണെന്നുള്ള ഒരു ഇതിൽ ഇവരെ മാറ്റി നിർത്താനായിട്ട് പാടില്ല ആരും ഒരിക്കലും. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.